ഹലോ മൈ ഡിയേഴ്സ്, ഈ റീഡിങ്ങിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു മേജർ ചേഞ്ചിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കേണ്ട ആളാണോ? തീർച്ചയായിട്ടും കേൾക്കേണ്ട ആളാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിനോടൊരു അട്രാക്ഷൻ തോന്നുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ വിട്ടുമാറിപ്പോകാൻ പോകുന്നൊരു സമയമായിരിക്കും. നിങ്ങളുടെ കറണ്ട് എനർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളുടെ എനർജിയിലുള്ളത് അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ എനർജിയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലീവ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് ചില പുതിയ കാര്യങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ വരാൻ പോകുന്ന മാറ്റം, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയിൽ വരാൻ പോകുന്ന മാറ്റം, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ്, നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്, ഇതൊക്കെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടെന്നിരിക്കാം. ഈ ഒരു റീഡിങ്ങിൽ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് നിങ്ങൾക്ക് നടക്കുമോ എന്ന് പോലും നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ മനസ്സിലാക്കുക, ഇറ്റ്സ് എ മെസ്സേജ് ഫ്രം ദി യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണെന്നുള്ളത്. ചരോ പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഫോർ ദിസ് റീഡിംഗ്. ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു മേജർ ചേഞ്ചിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വിട്ടകന്നു പോകുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ലീവ് ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ആ ഒരു കാര്യം? നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ആ ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ന്യൂസ് ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലാണ്, അല്ല നിങ്ങളുടെ അടുത്ത ബന്ധങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പണം, അതുമായി ബന്ധപ്പെട്ട എന്ത് മാറ്റമാണ് വരുന്നത്? ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഒരു ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ആ ഒരു ബ്ലെസ്സിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി 2 ഓഫ് വൺസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏസ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു എനർജി 7 ഓഫ് സോർട്സ്. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ന്യൂസ് എന്താണെന്ന് നോക്കാം. എന്ത് കാര്യമാണ് വരാൻ പോകുന്നത്? ഓക്കെ, 3 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ്, 2 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ഉടനെ വരാൻ പോകുന്നൊരു മാറ്റം നൈറ്റ് ഓഫ് സോർട്സ് ആണ്. ആൻഡ് നിങ്ങളുടെ മണി കരിയർ, ഈ ഒരു ഏരിയയിൽ വരാൻ പോകുന്ന മാറ്റം എംപറർ എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് ദ ഡബിൾ കാർഡാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സ് മെസ്സേജ് ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. സോ നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത്, ഞാൻ ഓൾറെഡി നിങ്ങളോട് മെൻഷൻ ചെയ്തു, സംതിങ് ഈസ് കമ്മിങ് ടുവേർഡ്സ് യുവർ ലൈഫ്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു കാർഡ് അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് വീണ്ടും. സോ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ അതൊരു ആൾക്കാരുമായുള്ള ചില വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ചിലപ്പോൾ ചില വാർത്തകൾ നിങ്ങളെ തേടി വരുന്നുണ്ടായിരിക്കാം.
നിങ്ങൾക്കൊരു ട്രാവൽ പ്ലാൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു തീരുമാനം നിങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കാൻ പോകുമായിരിക്കാം, നിങ്ങളെ തേടി ഒരു അവസരം വരുന്നു, ഒരു സിമ്പിൾ സഡൻ ചേഞ്ചിൻ്റെ ഒരു സാഹചര്യമാണ്, പെട്ടെന്നുള്ള ഒരു മാറ്റം, ഭയങ്കരമായിട്ട് ഒരു ലാഗ് ഫീൽ ചെയ്തിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫ് ഒരു മൂവ്മെൻറ്റിലേക്ക് ഒരു സ്പീഡാവുന്ന ഒരു പ്രോസസ്സായിരിക്കും. ഓക്കെ, കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് എനർജിയാണ്, അതായത് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല, ഒരേ സ്ഥലത്ത് ഒരേ പൊസിഷനിൽ, ചിലപ്പോൾ ജോലിയിലൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ലാതെ അതേ പൊസിഷനിൽ, ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും ശരി അതേ ഒരു എനർജിയിൽ ഇങ്ങനെ പോകുന്നു, പ്രത്യേകിച്ച് ഒരു മാറ്റവും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബിസിനസ്സിലൊക്കെ ഒരു ഗ്രോത്ത് ഇല്ലാതെ എന്നാൽ തട്ടിമുട്ടിയൊക്കെ പോകുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു എനർജിയിലായിരിക്കാം പെട്ടെന്നായിരിക്കും ഈ ഒരു സഡൻ മൂവ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ കാത്തിരുന്നൊരു മെസ്സേജ് വന്നെന്നിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങളൊരു സിറ്റുവേഷൻ കടന്നു പോയെന്നിരിക്കാം. സോ ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് തന്നെയാണ്. അതായത് നിങ്ങളൊരിക്കലും വളരെ ലേറ്റ് ആവരുത് അതിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യാൻ. നിങ്ങൾ പിന്നെ മറുപടി കൊടുക്കാം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതൊരു സ്ലോ ഫേസിൽ നിന്നും വളരെ ഫാസ്റ്റ് ഫേസിലേക്ക് പോകുന്നൊരു എനർജിയാണ്. സോ നിങ്ങൾ താമസിക്കുമ്പോൾ മേ ബി ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ നിങ്ങൾക്ക് മിസ്സായേക്കാം. സോ എല്ലാ കാര്യങ്ങളും കുറച്ച് സ്പീഡ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങളുടെ കറണ്ട് എനർജി നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ആ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഒരു ആശയം തന്നെയാണ്. കാര്യം രണ്ടും വോൺസ് എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അതായത് നിങ്ങൾ ഈ ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ എൻറ്റയർലി മാറ്റാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഇവിടെ നിൽക്കണോ, അതോ ഞാൻ ഇവിടുന്ന് പോകണോ, അതോ ഞാൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണോ, എൻ്റെ ഒരു കരിയറിൽ നെക്സ്റ്റ് ലെവലിൽ ഗ്രോത്ത് കിട്ടുന്ന കാര്യം ഞാൻ തിരഞ്ഞെടുക്കണോ, അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. അതായത് ഞാൻ വാട്ട്സ് നെക്സ്റ്റ്, ഞാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചെറിയൊരു ആശയം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടാവും എനിക്കിത് പോരാ, ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് പക്ഷേ നിങ്ങൾ അതിലേക്ക് കൺഫേം ചെയ്ത് അതിലേക്ക് ഇറങ്ങിയിട്ടില്ല, നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ ഒരു ലൈഫിൽ വരാൻ പോകുന്നൊരു മേജർ ആ ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളൊരു പുതിയ ഓപ്പർച്യൂണിറ്റി തേടുന്നുണ്ടായിരിക്കാം, നിങ്ങൾ മുന്നോട്ട് ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ലൈഫിലുള്ളത് അവിടുന്ന് മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് വലിയ കാര്യങ്ങൾ, മേ ബി നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങൾ നോർമൽ ലൈഫ് മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വിചാരം കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് പോരാ, ഇവിടുന്ന് മുന്നോട്ട് പോകണം, എനിക്ക് കുറേ പോകാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമൊക്കെ വരുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും, അതിലേത് തിരഞ്ഞെടുക്കണം എന്ന ആശയക്കുഴപ്പത്തിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുള്ളത്. അത് വേണോ ഇത് വേണോ, രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് സൈഡ്സും കാണും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുകയായിരിക്കാം. ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു കാർഡിൻ്റെ ഉത്തരം, അതായത് നമ്മളുടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ ആ ഒരു ഉത്തരവുണ്ട്. അതായത് നിങ്ങൾ വെരി സൂൺ നിങ്ങൾ ആ ഒരു ആക്ഷനിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ചിലപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന ജോലിയല്ല നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആളെയല്ല നിങ്ങൾക്ക് ലൈഫിൽ വേണ്ടിയിരുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിതമല്ല പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ചാനൽ യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റർ ആയിരിക്കാം, നിങ്ങൾ എടുക്കേണ്ടിയിരുന്ന നീഷ് ഇതല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ത്രൂ ഔട്ട് ദ നൈറ്റ് നിങ്ങൾ ഈ ഒരു ചിന്തകളിൽ ചിലപ്പോൾ ആഴ്ന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതി എന്നുള്ളൊരു ആശയത്തിലേക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ലോകത്തിൽ എവിടെ പോയാലും ജീവിക്കാം, എല്ലാം എനിക്ക് ഒരുപോലെ തന്നെയാണ് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് സോളിറ്റ്യൂഡിലിരിക്കുമ്പോഴാണ്, ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഈ ഒരു ആശയങ്ങൾ കൂടുതലായിട്ട് വരിക. സോ അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നുണ്ടായിരിക്കാം, കൂടുതലും നൈറ്റ് ആയിരിക്കാം. ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സമയത്ത് ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ ആശയങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മേജർ ചേഞ്ചിലേക്ക് നിങ്ങൾ പോവേണ്ട ഒരു ആശയമായിരിക്കാം അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്റ്റഡീസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി റീലൊക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ചുമ്മാ തോന്നുന്നൊരു തോന്നലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ആ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഓക്കെ,
സോ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ വിട്ടകന്ന് പോകുന്നുണ്ട്, നിങ്ങളെ ചില കാര്യങ്ങൾ ലീവ് ചെയ്ത് പോകുന്നുണ്ട്. സോ നിങ്ങൾ ലീവിങ് പൊസിഷനിലുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു കാർഡ് ശരിക്കും നിങ്ങളുടെ ലൈഫിലെ ക്ലാരിറ്റി, ട്രൂത്ത്, റിയലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡാണ്. സോ ഇത് നിങ്ങളെ ലീവ് ചെയ്യുന്നു എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഫൈനലി ഇപ്പം ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്, എനിക്കിപ്പം മനസ്സിലായി എനിക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം, എനിക്കിപ്പം അറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതായത് ഇതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻസ് ആയിരിക്കും, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഫൈനലി നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് എത്തുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചില ഇൻഡിസിഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ ഒരു എനർജി ലീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറുന്നു, നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മാറുന്നു. നിങ്ങൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ അതിലൂടെ ഇമാജിനേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മേ ബി അതിൻ്റെ ഒരു ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സൈഡ്, അതിൻ്റെ ഒരു ഫോക്ക് സൈഡായിരിക്കും നിങ്ങൾ എപ്പോഴും കാണുക. സോ ആ ഒരു എനർജിയൊക്കെ നിങ്ങളെ വിട്ട് പോകുന്നുണ്ട്. അതുമാത്രവുമല്ല, നിങ്ങളുടെ ലൈഫിൽ കുറേ അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ അറിയാം ആക്ച്വലി നിങ്ങളുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റുകളൊന്നും നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ല എന്നുള്ളൊരു എനർജിയിലേക്ക് എത്താനും, അതുപോലെ നിങ്ങളുടെ ചിന്തകളുടെ ഒരു പാറ്റേൺ മാറാനും ഒക്കെ ഉള്ള ഒരു ടൈം വരുന്നുണ്ട്. സോ ഈ ഒരു എനർജി, അതായത് കുറച്ച് അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന പല എനർജീസും നിങ്ങളെ ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ചില സിറ്റുവേഷൻസിൽ നിങ്ങളിങ്ങനെ നിന്നിട്ടുണ്ട്, അതായത് ശരിക്കും സത്യം എന്താണെന്ന് അറിയാതെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സത്യം തിരിച്ചറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ട്രൂത്ത് എന്താണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഈ ഒരു എനർജിയിൽ ഇനി നിൽക്കണ്ട എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങളത് ലീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു നിങ്ങളുടെ നല്ല ഒരു മാറ്റത്തിനുള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങളിവിടെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണ്? സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾ. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ അറിയാൻ വയ്യാതെ പോയൊരു കാര്യം ട്രിക്കി ആയിട്ട് നിൽക്കുക എന്നുള്ള കാര്യമാണ്. അതായത് സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആരെ കണ്ടാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും മനസ്സിലെ പ്ലാനുകളും ഒക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ട്രാറ്റജിക്കായിട്ട് മൂവ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ എനിക്ക് മെൻ്റൽ പീസ് അല്ലെങ്കിൽ മെൻ്റൽ ഇൻഡിപെൻഡൻസ്, ആ ഒരു രീതിയിലേക്ക് എനിക്ക് പോകണം. ഞാൻ ഒന്നും ആരെ അറിയിക്കേണ്ട, ഞാൻ വളരെ ക്വയറ്റായിട്ട് വളരെ എൻ്റെ മനസ്സിലിരുന്നാൽ മതി എൻ്റെ കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ പ്ലാനുകളും എല്ലാവരും അറിയേണ്ടതില്ല എന്നുള്ള കാര്യം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ചില ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു തീരുമാനങ്ങളൊന്നും തന്നെ നിങ്ങൾ ആരോടും ഇനി പറയാൻ പോകുന്നില്ല. ഓക്കെ, ഇനി എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ അർഹതപ്പെട്ടവരല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ കുറച്ചുകൂടി ട്രിക്കി ആയിട്ട് സ്ട്രാറ്റജിക്കായിട്ട് നിൽക്കാൻ പഠിക്കും. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാതിരുന്നൊരു ക്വാളിറ്റിയാണത്, ഇനി നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാവാൻ പോവാണ്. സോ നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടിരുന്നൊരു വ്യക്തിയാണ്. വളരെ നിങ്ങളെ പെട്ടെന്ന് ആൾക്കാർക്ക് നിങ്ങളെ ചുണ്ടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാനോ ഒക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇനി നിങ്ങളിൽ നിന്ന് ചില എനർജീസ് നിങ്ങളിൽ നിന്ന് ലീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇനി നിങ്ങളെ ആ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കുറച്ച് ശ്രമിച്ചാലും അത് നടക്കില്ല. അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾ കംപ്ലീറ്റ്ലി പുറത്ത് കടന്നു. നിങ്ങളിനി ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല. നിങ്ങളിനി ആൾക്കാർ വന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾ സത്യമൊന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ഇല്ലാതെ അങ്ങനെ തോന്നുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരാളെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നതിന് മുൻപ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതിന് മുൻപ് നിങ്ങൾ അവരുടെ ആക്ഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഓക്കെ,
സോ നിങ്ങൾ അങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക ട്രാപ്പുകളിൽ നിന്ന് നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. നമുക്ക് ഒരിക്കലും ആ ഒരു വ്യക്തി കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്, നിങ്ങളോട് അങ്ങനെയാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അവരെ ആദ്യം പഠിക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവുക. എനിവേ നിങ്ങളുടെ ആ ഒരു എനർജി ലീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിനി എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ 3 of Cups and 2 of Cups, ആ ഒരു കോമ്പിനേഷനാണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു 3 of Cupsൻ്റെ കാർഡ് പറയുമ്പോൾ നിങ്ങൾക്കൊരു സോഷ്യൽ ഗ്യാതറിങ് വരാനായിട്ട് ഇടയുണ്ട്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളൊരു സോഷ്യൽ സർക്കിളിൽ ഉൾപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഈവൻറ്റിൽ ഉൾപ്പെടുകയോ എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ റീയൂണിയനോ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു മീറ്റപ്പോ അങ്ങനെ ഒരു സോഷ്യൽ ഗ്യാതറിങ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ വരിക, ഒരു കല്യാണം, അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളെ തേടിയെത്തുക, ആളുകളെ മീറ്റ് ചെയ്യുക, അതിലൂടെ സന്തോഷം കണ്ടെത്തുക. മേ ബി ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു പ്ലഷർ ട്രിപ്പ് പോയെന്നിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനങ്ങനെ ഒന്നും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉടനെ വരുന്നില്ലല്ലോ. ബട്ട് ഇറ്റ്സ് അൺഎക്സ്പെക്റ്റഡ്, നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഈ ഒരു കാര്യം നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാവൽ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ, അവിടെ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇമോഷണൽ ബോണ്ടിങ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മെൻറ്ററെ പോലെ അല്ലെങ്കിൽ നിങ്ങളെ വഴികാട്ടിയാവുന്ന, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ളൊരു വ്യക്തിയെ മീറ്റ് ചെയ്യാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർ വരാനുള്ള സാധ്യതയുണ്ട്, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതോടെ നിങ്ങളുടെ എൻറ്റയർ ലൈഫിലൊരു മാറ്റം വരികയാണ്. അവരുടെ സംസാരം കേൾക്കുന്നതിലൂടെ, അവരുടെ ആശയങ്ങൾ കൈമാറുന്നതിലൂടെ, അവർ ചിന്തിക്കുന്ന രീതികൾ മനസ്സിലാവുന്നതിലൂടെ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാകാൻ പോവാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾ ട്രാവൽ വഴി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ഒരാളെ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓൾഡ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഒരു റീയൂണിയൻ വരാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ നിങ്ങൾ പ്രതീക്ഷിക്കുക ഒരു വ്യക്തിയുമായിട്ടുള്ള റീകണക്ഷൻ, ഏതെങ്കിലും പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിട്ടുക, അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനെ വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പഴയ ആ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു നല്ല മെമ്മറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ആ ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ കാര്യം ഓർത്തോണം. വളരെ സ്പീഡിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയായിട്ട് ക്ലോസ് ആയിരിക്കും. അപ്പോഴും പക്ഷേ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, അവരെ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, അതിനുശേഷം വേണം ക്ലോസ് ആവാൻ. കാരണം നമ്മൾക്ക് 7 of Swordsൻ്റെ ഒരു എനർജി ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചില സമയത്ത് നിങ്ങളുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ സാധ്യതയുണ്ടായിരിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തുടങ്ങാൻ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഫോൺ നമ്പറിന് വേണ്ടി നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ചിലർ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷന് നിങ്ങൾക്കതിനൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ലവ് ലൈഫിൽ, റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ വരുന്ന മാറ്റം എന്താണ്? ഇപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം എല്ലാവരും ലവ് റിലേഷൻഷിപ്പ് എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ വളരെ അടുപ്പമുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ഒരു നല്ലൊരു ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച നല്ലതാകുമെന്ന് പ്രതീക്ഷിച്ചൊരു ബന്ധത്തിലെ ചേഞ്ച് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യം. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെയും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത വളരെയധികം സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ചില വ്യക്തികൾ നിങ്ങൾക്കോട് വളരെ ഫാസ്റ്റായിട്ട്, വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളോട് ഒരുപാട് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും. ഈ ഒരു വ്യക്തി മേ ബി കുറച്ച് കാലമായിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സഡൻലി ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരിക്കാം ബാക്ക്ഗ്രൗണ്ടിൽ, പെട്ടെന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ, ആ ഒരു ബന്ധത്തിനുള്ളിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് തീരുമാനിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു ചർച്ച ഉടനെ നടക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ ഇവിടുത്തെ ഒരു
കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെയും ഒരു സഡൻ മെസ്സേജ്, ഒരു കോൺവെർസേഷൻ, ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ അവർ തുറന്നു പറഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതിവിടെ ക്ലിയർ ആയെന്നിരിക്കും. ഓക്കെ, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ് കാണുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഫാസ്റ്റ് മൂവിങ് ഫേസിലേക്ക് നിങ്ങൾ പോവാണ്. ഓക്കെ, ചില ആൾക്കാർ നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇമോഷണലി നിങ്ങളോട് ഭയങ്കര ഒരു കണക്ഷൻ തോന്നുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അതായത് ചിലപ്പോൾ അവർ ചിന്തിക്കുന്ന അത്രയും പോലും താമസം ഉണ്ടാവില്ല അവർ ചെയ്യാനായിട്ട്. കാരണം അത്ര ഫാസ്റ്റായിട്ടായിരിക്കും അവർ ആക്ഷൻ എടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുള്ളതായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരിക്കലും റിയാക്ഷനിലേക്ക് പോകരുത്. നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റി വേണം. ഈ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ക്ലാരിറ്റി വേണം. ഓക്കെ, സോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമുക്ക് ചില എനർജീസ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ പല പല മാറ്റങ്ങൾ വരുന്നു. എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഒരു 7 of Swords വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും ഒരു റിവാലുവേഷൻ എപ്പോഴും വേണം ഈ ഒരു കാര്യത്തിൽ. നമ്മൾ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളോട് പറയുന്നതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങളിൽ കേട്ടോ. ആൻഡ് നിങ്ങളുടെ മണി കരിയർ അതിലെ മാറ്റം എന്താണ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കാർഡ്. ഇത് സ്ട്രോങ്ങസ്റ്റ് കാർഡാണ്. കരിയറുമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ, കാരണം ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ, ഡിസിപ്ലിൻ, ഒരു ലീഡർഷിപ്പ് ഒക്കെ വരാൻ പോവാണ്. അതിൽ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്റ്റെബിലിറ്റി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിചാരിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ കരിയറിലൊരു സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷൻ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് എല്ലാം ഒന്നും നിങ്ങളുടെ കൺട്രോളിൽ വരാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങളുടെ കരിയർ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ചില ഗോൾസ് നിങ്ങൾക്ക് ചിലപ്പോൾ കരിയറിൽ ഉണ്ടായിരിക്കാം. ഇതൊരു പ്രമോഷൻ ആയിരിക്കാം, ചിലപ്പോൾ വേറൊരു ജോലി നേടുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഇന്ന ജോലി നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കാം. അതിൽ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവും. അതിനെ കുറച്ചുകൂടി നിങ്ങൾ സീരിയസ് ആയിട്ട് കാണും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല മാറ്റങ്ങളും ലൈഫിൽ വരുത്തും. നിങ്ങളുടെ റുട്ടീൻസ് മാറും, നിങ്ങളുടെ ഡിസിപ്ലിൻ ഒരു സ്ട്രക്ചർ മാറും, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ടാർഗറ്റ് വരും, നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് ലോങ് ടൈം പ്ലാനുകളുണ്ടാവും. നിങ്ങൾ ഇന്നത്തെ ലൈഫ് എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നതാണ്. ദെൻ നിങ്ങളൊരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്യും ഒരു എനർജി. ഓക്കെ, സോ നിങ്ങൾ ക്ലിയർ ആയിട്ടൊരു കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ സ്ട്രക്ചറിലേക്ക് ലൈഫ് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കരിയർ വൈസ് ഒരു ഗവൺമെൻറ് ഒരു അതോറിറ്റിയുടെ ഒക്കെ കീഴിൽ ജോലി ചെയ്യാനുള്ളൊരു സമയം. സോ നിങ്ങളിങ്ങനെ വളരെയധികം എന്താ പറയുക, സ്ട്രിക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫൈനാൻസിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും. ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കാൻ ഇനി പോകുന്നില്ല. നെക്സ്റ്റ് നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്, ഇനി ഞാൻ എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്, എൻ്റെ ലൈഫിൽ ഞാൻ നെക്സ്റ്റ് എന്ത് ബിൽഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ, ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾ ഇനി കൂടുതലും ചിന്തിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ചോദിച്ചപ്പോൾ നമുക്ക് ഡെവിൾ കാർഡാണ് വന്നത്. സോ ഡെവിൾ കാർഡ് എങ്ങനെ ഒരു ബ്ലെസ്സിങ് ആവും? ഓക്കെ, നിങ്ങൾക്ക് ഈ ഡെവിൾ കാർഡ് വരുമ്പോൾ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽ സക്സസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചില ആംബിഷൻ, അതിനോട് ഭയങ്കര ഒബ്സഷൻ വരും. അതായത് അത് നേടിയിട്ടേ നിങ്ങൾ അടങ്ങുമെന്നുള്ളൊരു എനർജിയിലേക്ക്. സാമ്പത്തികം, അതുപോലെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് അട്രാക്ഷൻ ചില കാര്യങ്ങളോട്, ചില വ്യക്തികളോടൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. പാഷൻ വളരെ സ്ട്രോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സംടൈംസ് നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച ചില പാഷൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കും. വീണ്ടും ഒന്നും കൂടി അതിൽ ഫയർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡബിൾ എനർജി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നേടിയിട്ടേ പുറത്തിറങ്ങത്തുള്ളൂ. നിങ്ങളുടെ പല ലിമിറ്റേഷൻസും നിങ്ങൾ ബ്രേക്ക് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ചില ഷാഡോ, അതായത് നിങ്ങളുടെ തന്നെ ചില ലിമിറ്റിംഗ് ബിലീവ്സ്, അതായത് നിങ്ങൾക്ക് ഇത്രയേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏരിയാസൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ചില അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ്സ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ചില തിരിച്ചറിവുകൾ എപ്പോഴും നല്ലതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണും, ചില വ്യക്തികൾ കാണും. ചിലപ്പോൾ അവർ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയും. നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം.
നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളായിരിക്കാം, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം. സോ വാട്ട് എവർ, ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എന്നുള്ളൊരു എനർജിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആൻഡ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം. ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഒരു മെസ്സേജ് വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ദ സ്റ്റാർ. ഇപ്പോൾ ഡെവിൾ വരുമ്പോൾ നോർമലി നമുക്ക് ഒരു ഹയർ എനർജി അല്ലെങ്കിൽ ഒരു ടോക്സിക് എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം, ബട്ട് അങ്ങനെയല്ല. സോ ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടെ ലൈഫിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിനായിരിക്കാം, നിങ്ങളുടെ ബുദ്ധിക്കായിരിക്കാം ഒക്കെ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിനുമായിരിക്കാം. നിങ്ങൾക്ക് ഫെയ്ത്ത്, നിങ്ങൾക്ക് വിശ്വാസം വളരെയധികം കൂടുന്നുണ്ട്. ഒരു റിന്യൂവൽ ഫേസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് മാറ്റം. ചിലപ്പോൾ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റൊക്കെ നിങ്ങൾ എൻറ്റയർലി മാറ്റിയേക്കാം. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നിങ്ങൾ മാറ്റിയേക്കാം. നിങ്ങൾ നേച്ചറിനെ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റ് ആവാനൊക്കെ നിങ്ങൾ ശ്രമിക്കും. മോർ ദൻ ദാറ്റ് നിങ്ങൾ കുറേ ഒപ്റ്റിമിസ്റ്റിക് ആവും. അതായത് നിങ്ങളുടെ ഇപ്പോൾ ലൈഫിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആവാൻ, നിങ്ങളുടെ ഉള്ള കാര്യങ്ങളിൽ സന്തോഷമുള്ള പോസിറ്റീവായിട്ടുള്ള സൈഡ് കാണുന്നൊരു വ്യക്തിയായിട്ട് മാറും. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇനി എന്നാണ് ലൈഫ് മാറുക, അല്ലെങ്കിൽ ഇനി എന്നാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് കമ്മിങ്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയോടെ ഇരിക്കാം. കാര്യം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് വളരെ സ്പീഡാവാൻ പോവാണ് ലൈഫ്. ആ ഒരു സ്ലോ ഫേസിൽ നിന്നും ഒരു ഫാസ്റ്റ് ഫേസിലേക്ക് നിങ്ങൾ എൻറ്റയർലി മാറാനായിട്ട് പോവുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങളെ വിട്ടകന്നു പോകും, പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അവരെ ഒന്ന് പഠിച്ചിട്ട് വേണം നിങ്ങളെക്കുറിച്ച് ഓപ്പൺ ആവാൻ എന്നുള്ള കാര്യം. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കരിയറിലും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ആൻഡ് നിങ്ങൾക്കിവിടെ ഒരു ഡബിൾ എനർജി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് നേടിയെടുക്കും എന്നുള്ളതാണ്. ചില വ്യക്തികൾ, ചില അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കും. ആൻഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിന്യൂവൽ സ്റ്റേജ് തന്നെയാണ് വരിക. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത റീഡിങ്ങുമായിട്ട് കാണാം.